നിലാക്കീറിലേക്ക് സ്വാഗതം. അയാൾ അറിയപ്പെടുന്ന ഒരു കായിക താരമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. വിജയിക്കുമോ എന്ന ചോദ്യത്തിന് ആത്മവിശ്വാസത്തോടെയും വിനയത്തോടെയും അയാൾ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഈ മത്സരത്തിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് ഓടുന്നത്. അയാൾ വിജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അയാൾ അവസാന സ്ഥാനക്കാരനായി. മത്സരം കഴിഞ്ഞപ്പോൾ കാണികൾ അയാളെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചു: നിന്റെ ദൈവം തോറ്റുപോയോ, അതോ കൂടെ ഓടാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചോ? അയാൾ പുഞ്ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: തോറ്റതിൽ എനിക്ക് നിരാശയോ വിജയികളോട് അസൂയയോ തോന്നുന്നില്ല. കഴിയുന്ന വിധത്തിൽ ഏറ്റവും നന്നായി ഓടി എന്ന സന്തോഷവും എനിക്കുണ്ട്. പിന്നെ മത്സരത്തിൽ പരാജയപ്പെട്ടത് ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാനാവുമോ? തോൽവി ദൈവം ഉപേക്ഷിച്ചതിൻ്റെ തെളിവാണോ എന്ന്, വിജയമാണോ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമെന്ന് ചിന്തിക്കാൻ ഈ മനുഷ്യൻ്റെ പ്രതികരണം നമ്മെ നിർബന്ധിക്കും. ഇന്നത്തെ സുവിശേഷവും അത്തരം വിചാരങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. യേശുവിൻ്റെ കാലത്ത് രോഗവും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമൊക്കെ പാപത്തിൻ്റെ ശിക്ഷയാണെന്നായിരുന്നു ധാരണ. കാഴ്ചയില്ലാത്ത ഒരാളെക്കുറിച്ച് ഇവൻ ആരുടെ പാപം മൂലമാണ് അന്ധനായി പിറന്നത് എന്ന് ചിലർ യേശുവിനോട് ചോദിക്കുന്നതായി നാം വായിക്കുന്നുണ്ടല്ലോ. കഷ്ടപ്പെടുന്നവരെയൊക്കെ ദൈവം ഉപേക്ഷിച്ചവരായി അല്ലെങ്കിൽ ശിക്ഷിച്ചവരായി കാണുന്ന മനോഭാവം ഇന്നുമുണ്ടല്ലോ. എന്നാൽ നമ്മുടെ ധാരണകളെയൊക്കെ കീഴ്മേൽ മറിച്ചുകൊണ്ട് യേശു അതിശയിപ്പിക്കുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. വിലപിക്കേണ്ടി വരുന്ന അവസ്ഥയും ദാരിദ്ര്യവുമൊക്കെ ഭാഗ്യമുള്ളതാണ് എന്ന് അവൻ്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ അമ്പരക്കും. എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്നവൻ തുടർന്നു പറയുമ്പോൾ അതെങ്ങനെ ശരിയാകുമെന്ന് നമ്മൾ ചോദിച്ചു പോകും. മാത്രമല്ല, സഹനത്തെ യേശു മഹത്വവൽക്കരിക്കുകയാണ് എന്ന് ബലമായി നമ്മൾ സംശയിക്കും. കഷ്ടനേരങ്ങൾക്കൊക്കെ എന്തു ഭാഗ്യമുണ്ടെന്നാണ് പറയുന്നത്. യേശുവിന് തെറ്റുപറ്റിയോ? എന്താണെങ്കിലും അങ്ങനെ പറയാൻ യേശുവിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, സമ്പത്തും പ്രതാപവും ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമെന്ന് കരുതിയിരുന്നവരുടെ ചിന്തയെ അവന് തിരുത്തണമായിരുന്നു. അതുകൊണ്ടാണ് അവർ പാപികളെന്ന് മുദ്രകുത്തി അവഗണിച്ചിരുന്നവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അത്തരം മനുഷ്യരെ നോക്കി യേശു ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത്. യേശുവിൻ്റെ ഭാഷയിൽ ദരിദ്രർ ശപിക്കപ്പെട്ടവരല്ല, മറിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അത് യഹൂദ ബോധത്തിനുള്ള തിരുത്തായിരുന്നു. രണ്ടാമതായി, കഷ്ടതകളിൽ പോലും ദൈവത്തെ വിട്ടുകളയാത്തവരുടെ വിശ്വാസത്തെ യേശുവിന് വാഴ്ത്തണമായിരുന്നു. ദാരിദ്ര്യം ഒരു ഭാഗ്യമാണെന്ന് വെറുതെ പോലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്നാൽ ദാരിദ്ര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള വിശ്വാസമാണ് ഭാഗ്യം. യേശു സഹനത്തെ മഹത്വവൽക്കരിക്കുകയല്ല, അതൊരു ശാപമാണ് എന്ന ചിന്തയെ തിരുത്തുകയാണ് ചെയ്തത്. ദൈവത്തിൽ പ്രത്യാശ കണ്ടെത്തിയ മനുഷ്യർക്കുള്ള പ്രകീർത്തനമാണത്. അങ്ങനെയുള്ളവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് എന്ന് ജെറമിയ തൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ വാഴ്ത്തുന്നു. സമ്പന്നർക്ക് ദുരിതം എന്ന് യേശു പറഞ്ഞതിനെയും ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സമ്പത്ത് ശാപമാണെന്നല്ല, മറിച്ച് ദൈവത്തിനു പകരം സമ്പത്തിൽ ആശ്രയം അർപ്പിക്കുന്നവരുടെ വിശ്വാസമില്ലായ്മയെയാണ് യേശു ദുരിതമായി വ്യാഖ്യാനിക്കുന്നത്. ജെറമിയായുടെ ഭാഷയിൽ മനുഷ്യനിലും ശരീരശക്തിയിലും ആശ്രയിക്കുന്നവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. ഋതുഭേദം അനുഭവിക്കാതെ വരണ്ട ഒരു നിലത്ത് വസിക്കുന്നവരായിരിക്കും അവർ എന്ന് ജെറമിയ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏതുപമയാണ് എൻ്റെ ജീവിതത്തിന് ചേരുക? ഞാൻ ആറ്റുതീരത്താണോ അതോ മരുഭൂമിയിലാണോ നടപ്പെട്ടത് എന്നറിയാൻ ചില ചോദ്യങ്ങൾ സഹായിച്ചേക്കും. പരാജയപ്പെടുമ്പോൾ എന്നെ ദൈവം പോലും ഉപേക്ഷിച്ചുവെന്ന് പെറുപെറുക്കാറുണ്ടോ? അത്ര താല്പര്യമില്ലാത്ത മനുഷ്യർക്ക് ചില അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവനത് വേണമെന്ന് ഗൂഢസന്തോഷത്തോടെ
പറഞ്ഞു പോയിട്ടുണ്ടോ? എൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴും എനിക്ക് യേശു മതി എന്ന് പറയാനുള്ള സ്നേഹം ദൈവത്തോടുണ്ടോ? ലോകം കഷ്ടപ്പാടുകളെ ഒരു ശാപമായി കണ്ടേക്കാം, എന്നാൽ ദൈവരാജ്യത്തിൽ അത് കൃപയ്ക്കുള്ള അവസരമാണ്. ജീവിതം ദുഷ്കരമായിരിക്കുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയും. കാരണം ജീവിതം വിളമ്പിയ സമൃദ്ധിയല്ല, മറിച്ച് ഇല്ലായ്മയിലും ശോഭ കുറയാത്ത വിശ്വാസമുണ്ട് എന്ന ഭാഗ്യം ലഭിച്ചവരാണല്ലോ നമ്മൾ. പ്രാർത്ഥിക്കാം. ദൈവമേ, പരാജയത്തിലും വിജയത്തിലും ഒരുപോലെ നിന്നിൽ ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.